M14, M15 എന്നീ പറയുന്ന 2 ബ്ലാങ്ക് ഫോമുകൾ തരും. അതിൽ M14 എന്ന് പറയുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രദേശം നമുക്ക് ആലേഖനം ചെയ്യാനുള്ളതാണ്. അതവിടെ പ്രദർശിപ്പിക്കുക. M15 മത്സരിക്കുന്ന കാൻഡിഡേറ്റിന്റെ ക്രമനമ്പര്, പേര്, ചിഹ്നം എന്നിവ അവിടെ എഴുതി വെക്കണം. നല്ലപോലെ പടം വരയ്ക്കാൻ അറിയാവുന്ന ആളാണെന്ന് ഓർത്തിട്ട് ഓരോ ചിഹ്നങ്ങളൊന്നും വരയ്ക്കാനൊന്നും പോകണ്ട. വരയ്ക്കുകയും ചെയ്യരുത്. അത് എഴുതി വെച്ചാൽ മതിയാവും. അങ്ങനെ കൃത്യമായി എങ്ങനെയാണോ നമുക്ക് തന്നിരിക്കുന്ന സ്പെസിമെൻ 7A അതിനകത്തുള്ളതുപോലെ തന്നെ വരച്ചാൽ മതി. ബുർക്ക ധരിച്ച ആൾക്കാർ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സ്റ്റാഫായിട്ട് മെയിൽ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. ഈ ബുർക്ക ധരിച്ചെത്തുന്നവരെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ സ്റ്റാഫിന് പറ്റുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്കൂളായിരിക്കും. അങ്ങനെ സ്കൂളാണെങ്കിൽ ആ സ്കൂളിൽ ഒരു 5 or 6 പോളിംഗ് സ്റ്റേഷനുകൾ കണ്ടേക്കാം. അങ്ങനെയുള്ളപ്പോൾ ഈ ഓരോ പോളിംഗ് സ്റ്റേഷൻ്റെയും സൈൻ ബോർഡുകൾ, അതുപോലെ വാഷ്റൂമുകളുടെ സൈൻ ബോർഡുകൾ, അവർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, അവർക്ക് ചിലപ്പം റിഫ്രഷ്മെൻ്റ് ഒക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള നമ്മുടെ പോളിംഗ് ബൂത്തിൻ്റെ എവിടെയാണ് എന്നുള്ളതൊക്കെ സൈൻ ബോർഡുകളൊക്കെ വെക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യും. വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു വോട്ടർക്ക് കൃത്യമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ആലേഖനം ചെയ്തിരിക്കുന്ന ഭാഗം കൃത്യമായി കാണാൻ സാധിക്കണം. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാ ഉള്ളത്? ഞാൻ നിർത്തുക. ബാലറ്റ് യൂണിറ്റ് വലതുവശത്തും വിവിപാറ്റ് ഇടതുവശത്തുമായി ഇത് കാണണം. അപ്പം വോട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കണം. അതുപോലെ തന്നെ വോട്ട് ചെയ്തത് 7 സെക്കൻഡ് നേരം കാണുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. മതിയായ വെളിച്ചം വേണം. അമിത വെളിച്ചം പാടുമില്ല. ഹൈബീം ലാമ്പുകളുടെ പ്രകാശം ഇതിന്റെ ഹെഡിലടിച്ചാൽ അതിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ ഒന്നുകൂടെ വിവരിക്കാം. ഈ ഉപകരണം കേടുപാടാകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് ഹൈബീം ലാമ്പുകളുടെ അടിയിലായിരിക്കരുത്. പിന്നെ ഒരു കാര്യമുണ്ട്, രഹസ്യമായി വോട്ട് ചെയ്യാനുള്ള സംവിധാനം വേണം. ജനലിന്റെ അടുത്ത് ഒരു കാരണവശാലും വെക്കരുത്. പിന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളും, കേരളത്തിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ക്യാമറയുണ്ട്, വെബ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്യാമറ വെച്ചതിന്റെ അടിയിൽ കൂടെ വെക്കരുത്. അങ്ങനെ വെച്ചാൽ എന്നാവും? ഇലക്ഷൻ കമ്മീഷൻ മുഴുവനാണ്. അപ്പം അതും കൂടെ സൂക്ഷിച്ചു വേണം വെക്കാൻ. നമുക്ക് അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഈ ട്രെയിനിങ് വരെ, നമ്മൾ വരുന്നത് വരെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഇലക്ഷൻ കമ്മീഷൻ എല്ലാവരും കാണുന്നുണ്ട്. അപ്പം അതിന് സമയമാകാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പിന്നെ ഒരു പോളിംഗ് ബൂത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഭാവനയിലുള്ള ഒരു പോളിംഗ് ബൂത്തിന്റെ 3D ചിത്രമാണ്. വോട്ടർമാര് കയറി വരുന്നിടത്ത് കവാടത്തിലായിരിക്കണം ആരുടെ സ്ഥാനം? സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ സ്ഥാനം. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ സാധന സാമഗ്രികളൊക്കെ അകത്തായിരിക്കുന്നത്. പല സമയങ്ങളിലും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അകത്തുകൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. എപ്പോഴകത്ത് കയറാം? പ്രിസൈഡിംഗ് ഓഫീസർ ആവശ്യപ്പെടുന്ന പ്രകാരം മാത്രമേ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന് അകത്ത് പ്രവേശിക്കാനായിട്ട് അനുവാദമുള്ളൂ. അല്ലാത്ത ഒരു സാഹചര്യത്തിലും സെക്യൂരിറ്റി ഓഫീസർ എപ്പോഴും വെളിയിൽ നിൽക്കണം. അതുപോലെ തന്നെ കയറി വരുന്ന ആദ്യ വോട്ടർ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ അടുക്കൽ വരത്തക്ക രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്ത് നിന്ന് പിന്നെ തേർഡ് പോളിംഗ് ഓഫീസറുടെ അടുത്ത് വരുന്നു. അവിടെ നിന്ന് നേരിട്ട് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ സുതാര്യമായി അയാൾക്ക് വോട്ട് ചെയ്യാൻ, രഹസ്യമായി അയാളുടെ സമ്മതിദാനാവകാശം ചെയ്യത്തക്ക രീതിയിൽ ജനലിന്റെ ഒന്നും അടുത്തല്ല, ക്യാമറയുടെ അടുത്തല്ല, അല്ലാത്ത രീതിയിൽ ക്യാമറയുടെ അടുത്തക്ക രീതിയിലല്ല, മതിയായ വെളിച്ചമുണ്ട്. അയാൾ വോട്ട് ചെയ്ത് തിരികെ പോകണം. വരുന്നവരും പോകുന്നവരും ക്രോസ് ചെയ്യരുത്. തേർഡ് പോളിംഗ് ഓഫീസർ അടുത്തേക്ക് ഒരു കേബിള് വിവിപാറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ കേബിള് വരുന്ന വഴിയിലായിരിക്കരുത്. വരുന്ന വഴിയിലാണെങ്കിൽ എന്നെ പോലുള്ളവർ ആ പോളിംഗ് ബൂത്തിൽ ചെന്ന അന്നത്തെ പോളിംഗ് മുഴുവൻ തടസ്സപ്പെടുന്ന കാലുകൊണ്ട് തട്ടി വിവിപാറ്റ് പോക്ക്, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ലൈന്, അതുപോലെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിന്റെ പുറവശം എല്ലാം കണ്ടുകൊണ്ടാണ് പ്രിസൈഡിംഗ് ഓഫീസർ വിളിക്കുന്നത്. ഇവരുടെ എല്ലാം പുറകിലായി ആരുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡിന്റെ പുറകിലായി ഏജന്റുമാരിൽക്കൊണ്ട്. ഈ ഏജന്റുമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവര് ഈ പോളിംഗ് ബൂത്തിലെ വോട്ടർമാരാണ്. ഏജന്റുമാരെന്ന് നമ്മൾ ഒന്ന് തിരിച്ചറിയുക. ഇതിൽ കുറെ നമ്പറുകളൊക്കെ ഉണ്ടാക്കി വെക്കാം, കുറെ ടോക്കണുകൾ ഉണ്ടാക്കി വെക്കാം, കുറെ പാക്കറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട് തിരികെ കൊടുക്കാനായിട്ട്. അതിനകത്തൊക്കെ ആ പാക്കറ്റുകളിൽ ഏതൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമ്മുടെ ഹാൻഡ് ബുക്ക് നോക്കിയിട്ട് അതിനകത്ത് ഓരോ കവറുകളൊക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കാം. 6 പാക്കറ്റുകളുണ്ട്. 6 പാക്കറ്റുകളിൽ ഓരോ പാക്കറ്റിലും 5, 3, 4, 10 ഒക്കെ കവറുകൾ വെക്കാറുണ്ട്. അതെല്ലാം അതിനകത്ത് ഇറക്കി വെച്ച് ആ കവറുകളിലെല്ലാം അഡ്രസ്സും ഒക്കെ എഴുതി വെക്കാം. നമ്മുടെ ഡിസ്റ്റിങ്വിഷ് മാർക്ക് അടിച്ചു വെക്കാം. നമ്മുടെ പോളിംഗ് ബൂത്തിന്റെ ആണെന്ന് പിറ്റേ ദിവസം അറിയുന്നതിന് വേണ്ടിയുള്ള അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വെക്കാം. നമ്മുടെ ടീമുകൾ തമ്മിൽ ഒരു നല്ല
തനിക്കും ബന്ധം ഉണ്ടാകും. പ്രിസൈഡിംഗ് ഓഫീസർ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന് 2021 ഒരു പ്രത്യേക സമയം എത്തിയപ്പോഴത്തേന് അവിടെ തിരക്ക് കൂടി. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പ്രേമന്മാരാണെന്ന് ചുമ്മാ കണ്ട ഒരു കൗണ്ടർ ഇട്ട് മേടിക്കാൻ പറഞ്ഞു. ഞാൻ മേടിക്കാനായിട്ട് കയറിയിരിക്കുമ്പോഴേ ഞാൻ കാണുന്ന കാഴ്ച, ഒരു പ്രിസൈഡിംഗ് ഓഫീസർ നടന്നു വരുന്നുണ്ട്. ഇങ്ങനെ നടന്നു വരുന്നത്, ഈ കയ്യിൽ എന്താണ് കൺട്രോൾ യൂണിറ്റ്, ഈ കയ്യിൽ ബാലറ്റ് യൂണിറ്റ്, കയ്യിൽ VVPAT, ബാക്കി ഇവിടെ എല്ലാം നടന്നു വരിക. മറ്റവരൊക്കെ പുറകെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ജോലിക്ക് പറ്റിയിരുന്ന ആളെ എന്നെ ചോദിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യരാണ്, ആ വ്യക്തിയെ കൊണ്ട് മുഴുവൻ ചോദിക്കും. അയ്യോ അങ്ങനെയൊന്നും പറയരുത്, ആ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അദ്ദേഹത്തെ അല്ലാതെ വേറെ ആരെയും വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നോക്കാനുള്ളത്. ഇന്നലെ മുതൽ ഞങ്ങൾ ചെന്നപ്പോൾ നമുക്കൊരു കപ്പ് കിട്ടുന്നുണ്ട്. ഈ കപ്പ് ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഈ കപ്പ് എന്തിനാ? മഷിയകത്ത് വെക്കണം. അതിന് വെളിയിൽ നിന്ന് അല്പം മണലൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഈ കപ്പ് മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് സെറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇങ്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി പോളിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ ആരംഭിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ക്യൂ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മുടെ പോലീസുകാരൻ വെളിയിലുണ്ട്, 2 ക്യൂ ഉണ്ടായിരിക്കണം. ആ 2 ക്യൂ മെൻ വുമൺ നമ്മൾ കടത്തി വിടുന്നത്, ഒരു മെൻ ഒരു വുമൺ അങ്ങനെയായിരിക്കണം കടത്തി വിടുന്നത്. പിന്നെ പ്രായമായ വോട്ടർമാരുണ്ട്, PWDs ആയിട്ടുള്ള വോട്ടർമാരുണ്ട്. ഇവർക്കൊന്നും ക്യൂ ഇല്ല, ഒരു നേരിട്ട് കടന്നു പോകാം. ആരും ഒന്നും ചോദിക്കുന്നില്ലേ? ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ചോദിച്ചായിരുന്നു. 85+ PWD വോട്ടർമാർക്ക് 12 കൊടുത്തിട്ട് വോട്ട് ചെയ്യിക്കുന്ന പരിപാടിയുണ്ട്. ഹോം വോട്ടിംഗ്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഹോം വോട്ടിങ്ങിന് ഇനിയും ആൾക്കാരെ എടുക്കാനുണ്ട് കേട്ടോ. വീട്ടിൽ പോയി വോട്ട് ചെയ്യിക്കുന്ന ഹോം വോട്ടിംഗ്, അവർക്ക് വീട്ടിൽ ചെന്ന് വോട്ട് ചെയ്യാം. അതായത് പരമ്പരാഗതമായി വോട്ടിംഗ് പ്രക്രിയയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു വിഭാഗമാണ് ആബ്സെന്റി വോട്ടേഴ്സ്. ആബ്സെന്റി വോട്ടേഴ്സ് പലവിധമുണ്ട്. PWDs, പ്രായമായവർ 85+, 80+ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ 85+ ആക്കി. 80+ വെച്ചാൽ ഒത്തിരി വരുന്നോണ്ടാണ് കേട്ടോ 85+ ആക്കി. ഇങ്ങനെയുള്ള വോട്ടർമാരെ അവർക്കൊരു 20 ഫോം BLO. ഞാൻ മുമ്പേ പറഞ്ഞു, ഇപ്പം ഇലക്ഷൻ കമ്മീഷന് പോകും നമ്മളാണ്. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരും അല്ലേ. എന്നാൽ സ്ഥിരം ചീത്ത കേൾക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധികളുണ്ട്, BLOമാർ. അറിയാലോ, BLOമാരാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ്. വീട് അങ്ങനെ കയറി ഇറങ്ങി ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ജോലികൾ ചെയ്യുന്നത്. അവർ ഓരോ വീടുകളിലും ചെന്ന് ആർക്കൊക്കെ വോട്ട് വേണോ എന്നുള്ള ഫോം കൊടുക്കും. ഈ ഫോം തിരികെ കൊടുക്കുന്ന PWDs ആണെങ്കിൽ സർട്ടിഫിക്കറ്റോട് തിരികെ കൊടുക്കുന്നവർക്ക് വോട്ട് ഇഷ്യൂ ചെയ്യും, PB ഇഷ്യൂ ചെയ്യും. PB ഇഷ്യൂ ചെയ്യുന്ന ആ വോട്ടർമാർക്ക് അവരെ വോട്ട് ചെയ്യിക്കാനായിട്ട് ഹോം വോട്ടിംഗ് നടക്കുന്നുണ്ട്. എന്നാൽ ആകെക്കൂടെ ഈ ദിവസമാണ് ഞാൻ വെളിയിലോട്ട് പോകുന്നത്. എനിക്ക് വോട്ട് ചെയ്യാനായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു PWDയും അതുപോലെ ഒരു 85+നും പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാം. അത് അവരുടെ ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെ വരുന്ന വോട്ടർമാർക്കാണ് ഈ പറഞ്ഞത് കേട്ടോ. നമ്മൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി PB എന്ന് എഴുതി നമ്മുടെ മാർക്കഡ് കോപ്പിയിൽ PB എന്ന് എഴുതിയിട്ടുള്ള ആരെയെങ്കിലും നമ്മൾ അങ്ങനെ വന്നാൽ വോട്ട് ചെയ്യിക്കുമോ? ചെയ്യിക്കരുത് കേട്ടോ. അവർക്ക് ഒരിക്കൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ വോട്ട് ചെയ്യിക്കരുത്. ആകുമ്പോഴെങ്കിലും എഴുന്നേക്കണം. ഒരു 4 ബൂത്തൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ 1-2 വാഷ്റൂമുകളോ അല്ലെങ്കിൽ ടോയ്ലറ്റൊക്കെ കാണുള്ളൂ. അപ്പം നമുക്ക് 5:30 ആകുമ്പോൾ ആര് വന്നേക്കും വെളിയിൽ? തലേ ദിവസം നമ്മൾ ചെന്നപ്പോഴേ പോസ്റ്റർ പതിച്ചപ്പോഴേ അവിടെ കുറച്ച് ആൾക്കാർ വന്നായിരുന്നു, സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാര്. ഞങ്ങൾ 5:30 ആകുമ്പോൾ വരാം, അപ്പം ഞങ്ങളുടെ പാസ്സൊക്കെ റെഡിയാക്കി വെച്ചേര്, ഞങ്ങളപ്പോൾ ഓർഡറൊക്കെ ആയിട്ട് വരാം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ 5:15 ആകുമ്പോൾ നമ്മളവിടെ ഇറങ്ങിക്കണം. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്ത് തലേ ദിവസമേ കിടക്കുക. രാവിലെ നമ്മളുടെ കൂടെയുള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തൊട്ടടുത്ത വീടുകളിലോ അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 5:15 ആകുമ്പോൾ നമ്മൾ റെഡിയാകുക. നമ്മുടെ വാതിൽ വന്ന് ഏജന്റുമാർ മുട്ടും. അപ്പം അന്നേരം മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഇങ്ങനെയുള്ള ഒരാളാണ്, ജയകുമാർ, 128. ചെറിയ ഉള്ളില്ലേ? അപ്പോൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസറെ അങ്ങനെ മാറ്റി ചെയ്യാം. ഏത് ജോലിയും മാറ്റി ചെയ്യിക്കുന്നതിനുള്ള ഒരു അധികാരം പ്രിസൈഡിംഗ് ഓഫീസർക്കുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ ഡ്യൂട്ടി അസൈൻ ചെയ്യുക, അത് പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇലക്ഷൻ ഏജന്റുമാരെ അപ്പോയിന്റ് ചെയ്യുക. അപ്പോയിന്റ്മെന്റ് ഓഫ് ഇലക്ഷൻ ഏജന്റ്സ്. ആരാണ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? കാൻഡിഡേറ്റ് എന്നുള്ളവരൊന്ന് കൈവക്കി. കാൻഡിഡേറ്റ് എന്നുള്ളവരൊന്ന് കൈവക്കി.
പറഞ്ഞ ബുക്കി ചീഫ് ഏജന്റ് കാൻഡിഡേറ്റ് എന്നുള്ളത് ഒന്ന് കൈവയ്ക്കുക. ഇത് രണ്ടും ഒന്ന് പോയി വയ്ക്കും. പ്രിസൈഡിംഗ് ഓഫീസർ ആണെന്നുള്ളത് കൈവയ്ക്കുക. എന്റെ പ്രതിനിധി ആരായിരിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? എന്റെ പ്രതിനിധി ഇനി ആരായിരിക്കണമെന്ന് അത് വേറെ ആളാണോ തീരുമാനിക്കുന്നത്? അതിൽ തന്നെ അറിയാം. കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ ഏജന്റ്, അത് രണ്ടും പറഞ്ഞത് ശരിയാണ്. കാൻഡിഡേറ്റിന് ഒരു ഇലക്ഷൻ ഏജന്റിനെ, മുഖ്യ ഏജന്റിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഇപ്പം കൊടുത്തിട്ടുണ്ട്. അത് ഫോം നമ്പർ 8-ലാണ് കേട്ടോ. 8 കൊടുക്കാം, 9 വിഡ്രോ ചെയ്യാം. അത് എഴുതണ്ട, അത് നമുക്കുള്ളതല്ല, എഴുതണ്ട. എന്നാൽ ഈ കാൻഡിഡേറ്റോ ഇലക്ഷൻ ഏജന്റോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റോ അവരുടെ ഒരു സ്പെസിമെൻ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലേ, അവരുടെ ഒപ്പ് നമുക്ക് തരുന്നുണ്ട്. അവരുടെ ഒപ്പോടുകൂടി ഒരു 10-ാം നമ്പർ ഫോമില് എന്റെ ബൂത്ത് ഏജന്റ് ഇന്ന ആളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിയമിക്കുന്നുണ്ട്. ആ നിയമന ഉത്തരവുമായി വരുന്ന ഏജന്റുമാർക്ക് പാസ് കൊടുക്കുന്ന ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ബൂത്ത് ഏജന്റും 2 റിലീഫ് ഏജന്റുമാരെയും ആവാം. എന്നാൽ ഒരു സമയം ഒരാൾ മാത്രമേ അവിടെ പാടുള്ളൂ. അവിടെ ആ ബൂത്തിലെ വോട്ടറാണ് സ്ഥാനാർത്ഥി. അയാൾക്ക് അവിടെ ഏജന്റ് ആയിട്ടിരിക്കാൻ പറ്റുമോ? പറ്റും. എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ പറയുന്ന ആൾക്കാർ പോലെ അല്ലേ. എന്തിനാണ് ഏജന്റ് ഇരിക്കുന്നത്? ആ ബൂത്തിലെ വോട്ടർമാരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സ്ഥാനാർത്ഥി ഇവിടുത്തെ വോട്ടർ ആണെങ്കിൽ ഇരിക്കാം, പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ പ്രതിനിധി അവിടെ നിന്ന് മാറണം. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റ് അവിടുത്തെ വോട്ടറാണ്, അയാൾക്കും ഇരിക്കാം. അയാൾ ഇരിക്കുന്ന സമയം അയാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ഒരു സ്ഥാനാർത്ഥിയെ പ്രതികരിച്ച് ഒരാൾ മാത്രമേ ഇരിക്കാവുള്ളൂ. പിന്നെ അവരുടെ സീറ്റിംഗ് എങ്ങനെയാണോ നമ്മളുടെ ബാലറ്റ് യൂണിറ്റിൽ അവരുടെ നമ്പർ അടിക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ ക്രമത്തിനനുസരിച്ച് ഇല്ല. അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാകുന്ന കേസല്ല. അത് ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. EVM സെറ്റ് ചെയ്യണം. അതുപോലെ മോക്കോൾ നടത്തണം. ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ നടത്തുന്നത്, ആക്റ്റീവ് തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ നടത്തുന്നത്, അതിനകത്തെ മുഴുവൻ കാര്യങ്ങളും, അതുകൂടാതെ നമ്മൾ ചെയ്യാത്ത കൗണ്ടിങ്ങിന് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ഒരു മോക്കോൾ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു മോക്കോൾ നമ്മളുടെ പോളിംഗ് ബൂത്തിൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ഷൻ നടന്നിട്ടില്ല എന്ന് കണക്കാക്കണമെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. 50 വോട്ട് ചെയ്യണം കേട്ടോ. 50-ൽ കുറയാതെ വോട്ട് ചെയ്യണം. 5:30 തുടങ്ങുന്നതല്ലേ, 50 കുറയാതെ വോട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ സീലിംഗ് ഓഫ് EVM, EVM സീൽ ചെയ്യണം. ഇത് പറയുമ്പോൾ ഞാനൊന്ന് എനിക്ക് നടന്ന ഒരു സംഭവം കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ കാര്യം പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഇതുപോലൊരു ക്ലാസ്സിൽ 2ാമത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു ക്ലാസ്സിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസറുമായിട്ട് നല്ല ബന്ധമുണ്ടായി. ആ പ്രിസൈഡിംഗ് ഓഫീസർ വാട്സപ്പിൽ എനിക്ക് അദ്ദേഹത്തിന്റെ പേര്, ഞാൻ പ്രിസൈഡിംഗ് ഓഫീസർ എന്നുള്ള പേര് വെച്ചാണ് നോട്ട് ചെയ്തത്. എന്നെ നിങ്ങൾ അത് വെച്ച് വിലയിരുത്തില്ലേ. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് കുറച്ച് കാര്യങ്ങൾ എപ്പോഴും സംശയങ്ങൾ ചോദിക്കായിരുന്നു. തെരഞ്ഞെടുപ്പിന് തലേ ദിവസം വിതരണ കേന്ദ്രത്തിൽ വന്നപ്പോൾ ഞാൻ അവിടെയുണ്ട്. എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, സാറേ നമ്മളിങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിലും എനിക്കത്ര ധൈര്യമുള്ള ആളൊന്നുമല്ല. പിറ്റേ ദിവസം രാവിലെ മോക്കോൾ നടത്തുമ്പോൾ സാർ അവിടെ വരെ ഒന്ന് വരണം, എനിക്കൊരു ധൈര്യത്തിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ റിട്ടേണിംഗ് ഓഫീസറുടെ സ്റ്റാഫ് ആയിരിക്കാമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നതിനനുസരിച്ച് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ വരാൻ പറ്റിയില്ല. വരാൻ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അന്ന് ചെല്ലാൻ പറ്റിയില്ല. ഒരു 3-3:30 ആയപ്പോൾ 9-ാം തീയതി അല്ല തെരഞ്ഞെടുപ്പ്, 9-ാം തീയതി എന്നുള്ള ആ ഡേറ്റ് വെച്ചാണെങ്കിൽ 9-ാം തീയതി 3:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ രാവിലെ വന്നില്ല, ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ, വരത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചു, പക്ഷേ വൈകുന്നേരം ഏതായാലും വരണം, ഒരു 5:30-5:45 വരണം. അതെന്താ സാറേ? അതെ, ഞാനിവിടെ ഗ്രീൻ പേപ്പർ സീരിയലിൽ ഞാനും ഒപ്പിട്ട് ഏജന്റുമാർ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ടാഗർ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് 5:45 സീരി ചെയ്യണം. കുറച്ചുപേര് ഇവിടെ ഞെട്ടിയിട്ടില്ല. വോട്ട് ചെയ്യാനായിട്ട് ബാലറ്റ് കമാൻഡ് കൊടുക്കുന്നു. അവിടെ കൊടുക്കാൻ പറയും. ഇതെല്ലാം നിയന്ത്രിക്കേണ്ടത് ആരാണ്? പ്രിസൈഡിംഗ് ഓഫീസർ നിയന്ത്രിക്കാൻ, അല്ലെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ നിയന്ത്രിക്കണം. എന്നിട്ട് 2ാമത്തെ സ്ഥാനാർത്ഥിയുടെ ഏജന്റ് ചെയ്തു. അതും ഇവിടെ കണ്ടു. പ്രിന്റ് പറഞ്ഞു വീണു. ബീപ് സൗണ്ട് കേട്ടു. ബീപ് സൗണ്ട് തീരുന്നതോടുകൂടി ലാമ്പ് അണഞ്ഞു. ഒരു കാര്യമുണ്ട്, വരുന്ന ഏജന്റുമാര് വെറുതെ ആണെങ്കിൽ പോലും നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ ഏജന്റുമാരൊരു സ്ഥാനാർത്ഥിയുടെ ഏജന്റ് അവിടെ ഇല്ല എന്നിരിക്കട്ടെ, ആ ബട്ടണും വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കണ്ടേ? എല്ലാ ബട്ടണും, നോട്ട് അടക്കമുള്ള എല്ലാ ബട്ടണും വർക്ക് ചെയ്യുന്നുണ്ടോ, ആ വോട്ട് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് ആര് ഉറപ്പുവരുത്തണം? പ്രിസൈഡിംഗ് ഓഫീസർ ഉറപ്പുവരുത്തണം. 50 വോട്ട് ചെയ്യണം.
ഏത് സമയത്തും ഇവിടെ നോക്കിയാൽ ടോട്ടൽ നോക്കിയാൽ എത്ര വോട്ട് എന്ന് ടോട്ടൽ എത്ര വോട്ട് എന്ന് കാണും. ഇവിടെ ടോട്ടൽ അമർത്തി 50 ഉണ്ട് എന്ന് രേഖപ്പെടുത്തുമ്പോൾ നമുക്കറിയാം അത് ടോട്ടൽ അമർത്തി 50 ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം ഉണ്ട് എന്ന് ഉറപ്പായാൽ നമ്മൾ ട്രയൽ ഓഫ് വോട്ടിംഗ് ഇവിടെ അവസാനിപ്പിക്കും. ട്രയൽ വോട്ടിംഗ് അവസാനിപ്പിക്കും. അതെങ്ങനെയാണ് ട്രയൽ ഓഫ് വോട്ടിംഗ് അവസാനിപ്പിക്കുന്നത്? ഇത് തുറന്നിരിക്കുക അല്ലേ? ക്ലോസ് ബട്ടൺ അമർത്തി ട്രയൽ വോട്ടിംഗ് അവസാനിപ്പിക്കും. അതിനുശേഷം നമ്മൾ ക്ലോസിൻ്റെ ആ ഒരു കമാൻഡ് കുറച്ച് വരും. അതിനുശേഷം നമ്മൾ റിസൾട്ട് എടുക്കും. റിസൾട്ട് എടുക്കുമ്പോൾ നമ്മൾ രേഖപ്പെടുത്തി വെച്ചതുപോലെ തന്നെ ആണ് എന്ന് നമുക്ക് ഉറപ്പ് വരും. അങ്ങനെ ഉറപ്പ് വരുമ്പോൾ 50 വോട്ട് നമ്മൾ രേഖപ്പെടുത്തിയതുപോലെ ആണെന്ന് തന്നെ ഒറ്റ പ്രാവശ്യത്തെ ഇതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലിപ്പ് എണ്ണി അവരെ കാണിക്കണം. അതിന് മുമ്പായിട്ടൊരു കാര്യം ചെയ്യണം. സ്ലിപ്പ് എണ്ണിയൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ചില മറവി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. എന്നിരുന്നാലും ചിലരെങ്കിലും ക്ലിയർ അമർത്തും. ക്ലിയർ അമർത്തുന്നതിന് മുമ്പ് നമുക്ക് ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ റിസൾട്ട് എടുക്കാം. അതുകൊണ്ട് ഈ റിസൾട്ട് വരെയുള്ളത് തൽക്കാലം അവിടെ നിർത്തുക. റിസൾട്ട് എടുത്തതിന് ശേഷം ഒരിക്കൽ രേഖപ്പെടുത്തി ടിക്ക് ഇട്ടതിന് ശേഷം രണ്ടാമത്തെ ടിക്കിന് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഉറപ്പ് വരുത്തുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഈ വി വി പാറ്റിന്റെ ഡ്രോ ബോക്സ് ഇങ്ങനെ തുറക്കും. എന്നിട്ട് ഇതിനുള്ളിലെ സ്ലിപ്പുകളെല്ലാം ഇങ്ങനെ എടുക്കും. എന്നിട്ട് എഴുതി വെച്ച പോലെ തന്നെ നമ്മൾ രേഖപ്പെടുത്തി വെച്ച പോലെ തന്നെ ഇതിൽ കണ്ടതുപോലെ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ തന്നെ വരുള്ളൂ. ആ സ്ലിപ്പിന്റെ എല്ലാം പുറകില് മോക്കോൾ സ്ലിപ്പ് എന്നുള്ള സീൽ അടിച്ച് എത്രയാണ് കാണും ഇതിനകത്ത്? 57. ഏറ്റവും കുറഞ്ഞത് 57. ഏറ്റവും 50 എണ്ണം വോട്ടും 7 എണ്ണം ടെസ്റ്റ് സ്ലിപ്പും നിർബന്ധമായിട്ടും കാണും. ഏറ്റവും കുറഞ്ഞതാട്ടോ, അതിൽ കൂടുതലും കാണും. ഉള്ള എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണത്തെയും എടുത്തിട്ട് അതിന്റെ പുറകിലുള്ള മോക്കോൾ സ്ലിപ്പും അടിച്ചിട്ട് ഒരു കവറിനകത്താക്കി അഡ്രസ് ഒക്കെ എഴുതി അതിന്റെ വെളിയിൽ ഈ പിങ്ക് പേപ്പർ വെർട്ടിക്കലായിട്ട് 2 സൈഡിൽ ഒട്ടിച്ച് അതിന്റെ കൂടെ ഒരു മോക്കോൾ സർട്ടിഫിക്കറ്റ് കൂടെ നമുക്ക് തയ്യാറാക്കാനുണ്ട്. അതായത് റിപ്പോർട്ട് നമ്പർ 1 അത് തയ്യാറാക്കി നമ്മൾ ശരിയാക്കി വെക്കുക. വെച്ചതിന് ശേഷം ഇപ്പം റെഡിയായ അപ്പോഴേ നമ്മൾ നേരെ തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയോ എന്ന് ചോദിക്കാൻ ഒരാളെ നമ്മൾ അസൈൻ ചെയ്യും. ക്ലിയർ ആക്കുന്നുണ്ടോ എന്ന് അസൈൻ ചെയ്യും പറയാനായിട്ട്. ക്ലിയർ ആക്കിയില്ല കുഴപ്പമില്ലാന്ന് പറയും. കഴിഞ്ഞ വർഷം എറണാകുളത്തെ ഒരു 7-7:30 കേട്ടു, എറണാകുളത്ത് ഒരു ബൂത്തിൽ 50 തൊട്ട് കൂടുതൽ കാണിക്കുന്നു. അവിടെ തിരക്കിൻ്റെ ഇടയിൽ ക്ലോസും ചെയ്തില്ല, നോക്കോൾ ചെയ്യിച്ചു, വോട്ടൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞിട്ട് അടുത്ത കണ്ടിന്യൂസ് ചെയ്യിച്ചു പോയി. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇവിടെ റിസൾട്ടും എടുത്തില്ല, ക്ലിയറും ചെയ്തില്ല. ഇവിടെ ക്ലിയർ ചെയ്തില്ല എന്താ ഉണ്ടാകുന്നത്? അടുത്ത് എല്ലാം സീൽ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇൻവാലിഡ് കാണിക്കും. നമുക്ക് പിന്നെ ഒന്നുകൂടെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞത് മനസ്സിലായി? അങ്ങനത്തെ അബദ്ധമൊന്നും പറ്റരുത്. നമ്മൾ കൗണ്ട് ചെയ്യാനുള്ള അങ്ങനെ ഇല്ല, കൗണ്ട് ചെയ്യത്തില്ല, കൗണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിനുള്ള സാഹചര്യം നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ തെറ്റായാലാണത്. നമ്മൾ ക്ലോസ് അടിച്ചു, റിസൾട്ട് എടുത്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വി വി പാറ്റ് റിസൾട്ട് എടുത്ത് നോക്കി. അതിനുശേഷം നമ്മൾ ക്ലിയർ ബട്ടൺ അമർത്തുക. ക്ലിയർ ബട്ടൺ അമർത്തി അതിനുവേണ്ടി നമ്മൾ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ ക്ലിയർ ബട്ടൺ അമർത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ക്ലിയർ ബട്ടൺ അമർത്തി ഇത് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം. വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ഇപ്പോൾ ഒരു 6:45 വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് ഈ ഭാഗം ഇതിലെ സ്ലിപ്പുകളെല്ലാം എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാണ് ഈ ഭാഗം സീൽ ചെയ്യണം. ഇവിടെ ഈ ഡ്രോ ബോക്സ് ഇനി നമ്മൾ തുറക്കുന്നില്ല. ഇവിടെ നൂലിട്ട് കെട്ടി അഡ്രസ് ടാഗ് വെച്ചിട്ട് ഇവിടെ പതിപ്പിച്ചു വെക്കുന്നു, ബാക്ക് സീൽ പതിപ്പിച്ചു വെക്കുന്നു. ഇനി നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോണം. ഈ ഉപകരണങ്ങൾ സീൽ ചെയ്യുന്ന സമയത്ത് ഈ മെഷീൻ ഓഫായിരിക്കണം. അതുപോലെ തന്നെ വി വി പാറ്റിന്റെ പുറകിലത്തേത് ലോക്ക് മോഡിലേക്ക് മാറ്റണം. കാരണം നമ്മൾ സീൽ ചെയ്യുന്ന സമയത്ത് തിരിക്കുകയോ മറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഇതിന് അപകടം ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഇവിടെ സീൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും ബട്ടണിൽ അമർത്തി കമാൻഡ് മാറിപ്പോകാനും സാധ്യത ഉള്ളതുകൊണ്ട് ഓഫാക്കി കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള കണക്ഷൻ ഒന്ന് ഡിസ്കണക്ട് ചെയ്തേക്കുക. ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ട് വേണം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലുള്ള ഇത് സീൽ ചെയ്യണം. ഇനി നമ്മൾ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനോട് വിട പറയുക. ഇനി അങ്ങോട്ട് നമ്മൾ ചെല്ലുന്നുണ്ടോ? ഇനി രഹസ്യ വോട്ടിംഗ് മാത്രമാണ്. ഏജന്റുമാരോട് അവരുടെ സീറ്റുകളിൽ പോയിരിക്കാൻ പറയണം. ഏജന്റുമാരോട് അവരുടെ സീറ്റുകളിൽ തന്നെ പോയിരിക്കാൻ പറയുന്നു. ഇപ്പൊ 7 മണിയാകാറായി. നമ്മൾ ഈ ഭാഗം കൂടി സീൽ ചെയ്യാറുണ്ട്. 7 മണിയായപ്പോൾ ടെൻഷനായി. എന്നാ അവിടെ രണ്ടാമത്തെ ട്രെയിനിങ് ഏറ്റവും പറയും കൃത്യം 7 മണിക്ക് നമ്മുടെ എല്ലാ പോളിംഗ് ബൂത്തിനും പോളിംഗ് ആരംഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേര് പത്രത്തിലും ടി വിയിലൊക്കെ വരും. അതിന്റെ മെസ്സേജ് കൊടുക്കണം. ഇവിടുത്തെ ഇതിന്റെ സീലിംഗ് ആയിട്ടില്ല.
പേടിക്കണ്ട, 7 മണിയാകുമ്പോൾ ഒരു വോട്ടറെ അകത്തോട്ട് പ്രവേശിച്ചാൽ മതി. ഇന്നലെ ഞാനിവിടെ പറഞ്ഞപ്പം വലതുകാലം വെച്ച് അകത്ത് കയറണമെന്ന് ഞാൻ പറഞ്ഞു, അറിയാതെ പറഞ്ഞു പോയതാണ്. ഇടതുകാലം വെച്ചാലും ആകത്തില്ലെന്ന് ചോദിച്ചു. ഇടതുകാലം വെക്കൂ വലതുകാലം വെക്കൂ, അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ പോളിംഗ് സ്റ്റേഷന്റെ പോളിംഗ് ആരംഭിച്ചു എന്ന് കണക്കാക്കാം. അവരുടെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അടുത്ത് വന്ന് പരിചയപ്പെട്ട സെക്കൻഡ് പോളിംഗ് ഓഫീസർ കുറേയധികം കാര്യങ്ങൾ ബംഗാളി ചെയ്യുന്നത് സാറ് പറഞ്ഞു തരും. അദ്ദേഹം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ റെഡി ആയിക്കോളും. നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഇത് സീൽ ചെയ്യാം. ഇനി നമ്മൾ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പോകുന്നില്ല. നമ്മൾ ഈ സീലില് എല്ലാവരെയും കൊണ്ട് ഒപ്പിടിക്കും. ആര് ഒപ്പിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടണം. ഈ സീരിയൽ നമ്പറിനോട് ചേർന്ന് ഒപ്പിടുക. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടാഗ് ഉണ്ട്. ഈ സ്പെഷ്യൽ ടാഗിന്റെ പുറകുവശത്ത് ഏജന്റുമാരെ കൊണ്ടും പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുക. ഇതിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യണം. ഇത് നമ്മൾ തലേദിവസമേ എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനം അത് മാറ്റി വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ ഈ കമ്പാർട്ട്മെന്റിലേക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വലിയ സമയമൊന്നും എടുക്കത്തില്ല. നോക്കുക, ഈ പച്ച വശം മുകളിലോട്ട് വരത്തക്ക രീതിയിൽ ഇങ്ങനെ കയറ്റി വിട്ടാൽ മതി. എളുപ്പമാണ് ഇപ്രാവശ്യം കേട്ടോ. ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും, എന്നാലും സൂക്ഷിച്ച് ചെയ്യണം. നോക്കാം, ഇത് ഇങ്ങോട്ട് വെച്ചു, ഇത് അടച്ചു. അതിനുശേഷം ഒരു നൂലിട്ട് ഇവിടെ കെട്ടി, ഒരു നൂലിട്ട് ഇവിടെ കെട്ടിയിട്ട് ഈ ദ്വാരത്തിലൂടെ നൂലിട്ട് കെട്ടി, ഇതുണ്ടോ, ഇതിലൂടെ അടച്ചിട്ട് ഈ ദൂരത്തിലൂടെ കെട്ടിയിട്ട് 2-3 കെട്ട് കെട്ടിക്കുന്നുണ്ട്. രണ്ടാമതൊരു കെട്ട് കെട്ടി ഉറപ്പിക്കണം, കെട്ട് ഉറപ്പിക്കണേ. മൂന്നാമത്തെ കെട്ട് അപ്പം പ്രശ്നമാവും, ഒരുമിച്ച് കെട്ടണം. അതിലേക്ക് നമ്മൾ എഴുതി വെച്ച ഒരു സ്പെഷ്യൽ ടാഗ് ഉണ്ട്. ഈ സ്പെഷ്യൽ ടാഗ് നേരെ കോർത്തിടുക, കെട്ടിവെക്കുക. കെട്ടിവെച്ചിട്ട് അധികമായി നിൽക്കുന്ന നീളമുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. നമുക്ക് കത്തിയോ അല്ലെങ്കിൽ സിസേഴ്സ് തരുന്നുണ്ട്, അത് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ കെട്ടുള്ള ഭാഗം മാത്രം നമ്മൾ വായിച്ച് വെച്ച് ഇത് ഹാർഡ് ബോർഡ് വെച്ചൊരു സീൽ ചെയ്യണം. ഒരു കാരണവശാലും മെഷീനിൽ പറ്റരുത്. എന്നിട്ട് ഇതിന് ഭാഗമുള്ളതല്ല എന്നാലും ഞാൻ എടുത്തു വെക്കാം. ഈ ക്യാപ്സൂൾ കണക്കുള്ള ഭാഗം ഇത് കവർ ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് അടയ്ക്കുക. അടച്ചതിന് ശേഷം ഇവിടെ അതിന് മുമ്പ് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ എ എന്ന് പറയുന്ന ആ മുകളിലുണ്ട്, ഇവിടെ സ്റ്റിക്കർ ഉണ്ട്. ഇതിങ്ങോട്ട് പതിപ്പിക്കുക. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ സ്റ്റിക്കർ പൊളിച്ച് ചെയ്തുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഇങ്ങനെ ഒട്ടിക്കുമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തോളൂ. ഇന്നിപ്പം ഈ ക്ലാസ്സിലെ ലാസ്റ്റ് ക്ലാസ്സാണ്, ആദ്യ ഘട്ടത്തിൽ. ഇങ്ങോട്ട് പതിപ്പിച്ചു. ബി എടുത്ത് മുകളിലോട്ടും പിടിപ്പിക്കുമ്പോൾ സീലിങ് ഗ്രീൻ പേപ്പറിന്റെ സീലിംഗ് കഴിഞ്ഞു. മുമ്പ് എയോടും ബിയോടും സിയോടും ഡിയോടും ഒക്കെ കുടിക്കുന്നില്ലായിരുന്നോ? ആ ബന്ധങ്ങൾ മുഴുവൻ പ്രശ്നമായി, എല്ലാ ബന്ധങ്ങളും പ്രശ്നമായ സാഹചര്യമുണ്ട്. അതൊന്നും ഇപ്പൊ ഇല്ല. എയും ബിയും തമ്മിൽ അങ്ങ് മുട്ടിക്കുന്നു. ഇപ്പൊ സീരിയൽ നമ്പർ കാണാൻ നമ്മുടെ സൈനൊക്കെ ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് ഈ പുറകത്തെ കമ്പാർട്ട്മെന്റ് ഇതിലേയും നൂലിട്ട് കെട്ടിയിട്ട് ഇവിടെയും പെട്ടെന്ന് ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ള കേസേ ഉള്ളൂ അല്ലേ? ഇതിന് ആ സമയം പോയെന്ന് പറഞ്ഞുകൊണ്ട് കയറ്റി വിട്ടാലും കുഴപ്പമൊന്നുമില്ല. അയാളവിടെ നിന്നോളും. ഇപ്പോൾ ഓട്ടിയിരിക്കാം. ഇതൊക്കെ ഒരു 6:15 തീരും കേട്ടോ. ഇവിടെയും അഡ്ജസ്റ്റാക്കിയിട്ട് കെട്ടിയിട്ട് അവിടെയും കെട്ടിൻ്റെ ഭാഗം മാത്രം വാക്സ് ചെയ്തിട്ട് ഇതിലോട്ട് കെട്ടുക. കെട്ടിൻ്റെ ഭാഗം മാത്രം വാക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് മറ്റേ ഇതൊന്നും മറയാത്ത രീതിയിൽ ഇവിടെ പതിപ്പിച്ച് വെക്കുക. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെക്കുക. ഇനി 2 കാര്യങ്ങൾ ചെയ്യണം. എന്താണ്? നമ്മൾ വിവിപാറ്റിന്റെ നോബ് ഓൺ പൊസിഷനിലേക്ക് മാറ്റുക. അത് വെക്കുക. അതിനുശേഷം ഡിസ്കണക്ട് ചെയ്തിരുന്ന ആ കണക്ഷൻ വീണ്ടും കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ ഈ ഇവിടെ പിടിച്ചാൽ മതി. കണക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ലാച്ചസിൽ പിടിക്കരുത്. ഡിസ്കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ലാച്ചസിൽ പിടിക്കുന്നത്. കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, എന്നിട്ട് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് ആ കമാൻഡ് തീരുന്നതോടെ ഇവിടെ ഇത് ഓൺ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് കത്തി നിൽക്കും. ഈ ഓൺ ലാമ്പ് സ്റ്റേബിൾ ആയിട്ട് കത്തിക്കും. അപ്പം നമ്മൾ ബാലറ്റ് കമാൻഡ് കൊടുക്കുക. ആദ്യ വോട്ടറെ കൊണ്ട് വോട്ട് ചെയ്യുക. വോട്ട് ചെയ്തിട്ട് വിടുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? തേർഡ് പോളിംഗ് ഓഫീസർ ഈ ബിസി ലാമ്പ് അണഞ്ഞതിന് ശേഷം മാത്രമേ വോട്ടർക്ക് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ നിന്ന് പോകാൻ അനുവാദം കൊടുക്കാവൂ എന്ന് പറയണം. പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസറൊക്കെ തലേദിവസമായി പറഞ്ഞു കൊടുക്കണം. ബീപ് സൗണ്ട് കേട്ടുകൊണ്ടിരുന്ന
കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള ബീപ്പ് സൗണ്ട് മുഴുവൻ ചെവിയിലൂടെ വന്നിട്ട് കേട്ട് നോർത്തു പോകും. അതുകൊണ്ട് ബീപ്പ് സൗണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് ബിസി ലാമ്പിന്റെ ഇത്. പിന്നെ ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു ഒരു ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ജയകുമാർ 128, എത്ര നേരം പറയാൻ പറ്റില്ല. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ. നമുക്ക് കൂടുതൽ ദൈർഘ്യം ഉണ്ടാവണം, അത്യാവശ്യത്തിന് സൗണ്ടും വേണം. ഉച്ചയാകുമ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ പിടുത്തം വരും. അതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പറയേണ്ടതാണ്. ആ ശ്രദ്ധയൊക്കെ വേണം. ഇത് കേൾക്കേണ്ടത് ആർക്കാണ്? പുറകിരിക്കുന്ന ഏജന്റുമാർക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഇങ്ങനെ ജയകുമാർ 128 വിളിച്ചു പറയുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പ് വരയ്ക്കരുത് കേട്ടോ. സാറ് വരയ്ക്കാനൊക്കെ പറയുന്നുണ്ട്, അന്നേരം വരയ്ക്കരുത്. ഏജന്റുമാർക്ക് ഒരു ചെറിയ ചെവി കൊടുക്കണം. ഏജന്റുമാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കുന്നെങ്കിൽ മാത്രമേ ഇവിടെ ഡയലോഗ് വരയ്ക്കാവുള്ളൂ. കേട്ടാൽ ഉടനെ നോക്കി ഐഡന്റിഫൈ ചെയ്ത് ഉടനെ വരയ്ക്കരുത്. അതുപോലെ തന്നെ കൊണ്ടുവരുന്ന എന്തൊക്കെ ഐഡിയ എന്നുള്ളത് തലേ ദിവസം ഒന്നുകൂടെ വരും, അത് നോക്കണം. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഒറിജിനൽ വേണം, ഫോട്ടോസ്റ്റാറ്റ് പോരാ. അപ്പോൾ ആദ്യത്തെ വോട്ടറെ വോട്ട് ചെയ്യാനായിട്ട് അനുവദിക്കാം കേട്ടോ. ബാലറ്റ് കമാൻഡ് കൊടുത്തു, വോട്ടറെ അകത്തോട്ട് പ്രവേശിപ്പിച്ചു. ഏതെങ്കിലും ആട്ടോ കേട്ടോ വോട്ട് ചെയ്തു. ഈ അവസ്ഥയിൽ വോട്ടർക്ക് പോകാൻ സാധിക്കുമോ? ഇപ്പം പോകാമോ? പറ്റത്തില്ല, പോകരുത്. ഈ ലൈറ്റ് ഓഫ് ആകുമ്പോൾ ഇനി പോകാം. അയാൾ പോയതിനു ശേഷം മാത്രമേ അടുത്ത ബാലറ്റ് കൊടുക്കാവൂ. അയാൾ വെളിയിൽ പോയതിനു ശേഷം മാത്രമേ ബാലറ്റ് കൊടുക്കാവൂ. ഈ കൊടുക്കുന്നതിന് മുമ്പായി കുറേയധികം കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനുണ്ട്, ഡിക്ലറേഷൻ തയ്യാറാക്കാനുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചായ കുടിച്ചതിന് ശേഷം നമുക്ക് അടുത്ത സെഷനിൽ സന്തോഷ് സാർ നിങ്ങളോട് സംസാരിക്കും. ഒന്ന് ഡിസ്പ്ലേ പാനല്, ഡിസ്പ്ലേ കമ്പാർട്ട്മെന്റ്, ഇത് കാൻഡിഡേറ്റ് സെറ്റ് കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ബാറ്ററി കമ്പാർട്ട്മെന്റ്, ഇത് നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ട് കമ്പാർട്ട്മെന്റ്, ഇത് ബാലറ്റ് കമ്പാർട്ട്മെന്റ്. ഒന്നാമത്തെ പാർട്ടില് 2 ലാമ്പുകൾ. ആദ്യത്തെ ലാമ്പ് ഓൺ ലാമ്പ്, അത് പച്ച നിറത്തിലുള്ളതാണ്. ഈ മെഷീൻ ഓൺ ആയിരിക്കുന്ന സമയത്തൊക്കെ ഓൺ ലാമ്പ് കത്തി നിൽക്കും. ഇത് ബിസി ലാമ്പ്. എപ്പം ഒരാൾക്ക് വോട്ട് ചെയ്യാനായിട്ട് ബാലറ്റിലൂടെ നമ്മൾ അധികാരം കൊടുക്കുന്നു അപ്പം കത്തി നിൽക്കുന്നതാണ്. മുൻപുണ്ടായിരുന്ന M2 മെഷീനിൽ ഒറ്റ കമ്പാർട്ട്മെന്റിൽ സൃഷ്ടിച്ചിരുന്ന ഈ ഭാഗത്തെ ഇപ്പം M3യിൽ 2 ആക്കി. അതായത് ഇവിടെ ഒരു കാൻഡിഡേറ്റ് സെറ്റ് ബട്ടണും ഇപ്പം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമുക്ക് ഒരു തരത്തിലും കാണാനുള്ള അനുവാദമില്ലാത്തൊരു ഭാഗമാണ്. മെഷീൻ പരിചയപ്പെടുമ്പോൾ മാത്രം നിങ്ങളെ കാണിക്കുന്നു. ബാറ്ററി കമ്പാർട്ട്മെന്റ്, ശക്തമായ ഒരു ബാറ്ററി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് സീൽഡ് ആയിരിക്കും, ഇതും സീൽഡ് ആയിരിക്കും. ഒരു കാരണവശാലും ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള അധികാരം ഒരു സമയത്തും നമുക്കില്ല. അതുപോലെ തന്നെ ഇതേക്കുറിച്ച് സ്റ്റാമ്പിംഗ് ഉണ്ട്. ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് നടത്തിയതിനു ശേഷം പച്ച നിറത്തിൽ സ്റ്റാമ്പിംഗ് നടത്തിയിട്ടുണ്ട്. ഇതിൽ പിങ്ക് പേപ്പർ ഒട്ടിക്കും. അതൊന്നും നമ്മൾ വരയ്ക്കരുത്. പകരം നമ്മൾ കുറച്ചെണ്ണം കൂടെ കൂട്ടിച്ചേർക്കുന്നേ ഉള്ളൂ. നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള ഭാഗം ഇവിടെയാണ്, റിസൾട്ട് കമ്പാർട്ട്മെന്റ്. ഇത് തുറന്നായിരിക്കും ലഭിക്കുന്നത്. ഇതാണ് രാവിലെ സീൽ ചെയ്യേണ്ടത്. വൈകുന്നേരം അല്ല, രാവിലെ സീൽ ചെയ്യേണ്ടത്. വോട്ടിങ്ങിന് മുമ്പായി സീൽ ചെയ്യേണ്ട ഭാഗം. അതിനു മുമ്പ് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ 2 ബട്ടൺ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും നോക്കാൻ പാകത്ത രീതിയിൽ ആ സമയം വരെയുള്ള വോട്ട് കാണുന്നതിന് വേണ്ടി ടോട്ടൽ ബട്ടൺ അമർത്തി വോട്ട് കാണാം. ഇവിടെ ഒരു ബാലറ്റ് വോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. നടുക്ക് ഒരു സ്പീക്കർ ഉണ്ട്. ഇതിലൂടെയാണ് ബീപ്പ് സൗണ്ടുകൾ കേൾക്കുന്നത്. അത്ര വലിയ സൗണ്ട് ഉള്ളതൊന്നുമല്ല, എന്നാൽ സാമാന്യം നല്ല രീതിയിലുള്ള സൗണ്ട് ഉള്ളത്. ഈ സൗണ്ടിനെ മാത്രമല്ല തേർഡ് പോളിംഗ് ഓഫീസർ അറിയേണ്ടത്. ഇവിടുത്തെ ഈ ലാമ്പിനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് തേർഡ് പോളിംഗ് ഓഫീസറോട് പറഞ്ഞു കൊടുക്കണം. തേർഡ് പോളിംഗ് ഓഫീസർക്ക് ക്ലാസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹമാണ് ഉപയോഗിക്കുന്നത്. ഈ കാര്യങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ് തേർഡ് പോളിംഗ് ഓഫീസറോട് വിശദീകരിച്ച് കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പുറകിൽ ഒരു കണക്റ്റിംഗ് കമ്പാർട്ട്മെന്റ് കൊണ്ട് ഒരു ഓൺ ഓഫ് സ്വിച്ചും ഉണ്ട്. ഇതിന് കളർ കോഡുകളുണ്ട്. ആ കേബിള് കളർ കോഡുകൾ അനുസരിച്ചാണ് കുത്തേണ്ടത്. അതാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് മനസ്സിലായല്ലോ. ഇനി ബാലറ്റ് യൂണിറ്റ്. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വോട്ടർക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വെക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണമാണ്, EVM-ന്റെ ഭാഗമാണ് ബാലറ്റ് യൂണിറ്റ്. നമുക്കറിയാം 1 മുതൽ 16 വരെയുള്ള സ്ഥാനാർത്ഥികളെ ഇതിൽ സെറ്റ് ചെയ്യാം. നമുക്ക് നിർഭാഗ്യം കൊണ്ടാണോ ഭാഗ്യം കൊണ്ടാണോ ഒരെണ്ണേ കാണുള്ളൂ. 15 സ്ഥാനാർത്ഥികൾ കൂടുതലില്ല. നോട്ട എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൂടി നൺ ഓഫ് ദി എബോവ് കൂടെ കൂട്ടിയിട്ട് 16 മാക്സിമം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിന്റെ തമ്പുവിൽ 01 ആണെന്ന് നോക്കണം. 01 രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടാമത്തേത് 02യും ഒന്നാമത്തേത് 01ഉം ആയിരിക്കും. ഇതിൽ സ്ഥാപിച്ചിരിക്കുന്ന
ബാലറ്റ് പേപ്പറുകൾ നല്ല കീറിപ്പോകാത്തതും നല്ല കൃത്യമായിട്ടുള്ളതാണെന്നും അതുപോലെ തന്നെ അതെല്ലാം വ്യക്തമായിട്ടുള്ളതാണെന്നും ഉറപ്പുവരുത്തുക. ഈ ബാലറ്റ് പേപ്പറിനോട് തൊട്ട് ചേർന്ന് കാൻഡിഡേറ്റ് ലാമ്പുണ്ട്. വോട്ട് ചെയ്യുമ്പോൾ തെളിയുന്ന ലാമ്പാണ്. മുൻപ് ഇത് നോക്കിയായിരുന്നു ആൾക്കാർ വോട്ട് ചെയ്തത് ഇന്ന ആൾക്കാണെന്ന് അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അതിന്റെ കാര്യമില്ല. വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ കാൻഡിഡേറ്റ് ബട്ടണിൽ, ബാലറ്റ് ബട്ടണിൽ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ 7 സെക്കൻഡ് നേരം കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഏറ്റവും വലതുവശത്തായി നമ്മൾ ആരും കാണാത്ത ഒരു കാര്യമുണ്ട്, നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കുന്നില്ല. ബ്രെയിലി ലിപിയിൽ 1 മുതൽ 16 വരെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അന്ധനായ ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് 1 മുതൽ 16 വരെയുള്ള ആ ഇത് നോക്കിയിട്ട് അതിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന ബാലറ്റിൽ വോട്ട് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. ഇതിലെ ഒരു കാര്യവും നമ്മൾ ഒരു സമയത്തും നമ്മൾ സീൽ ചെയ്യുന്നില്ല, എടുത്തു വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ കേബിളിനെ എടുത്തിട്ട് ആദ്യം നമ്മൾ എങ്ങോട്ട് ഘടിപ്പിക്കും? വോട്ട് ചെയ്യുന്ന ഇതിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേബിളിനെ എടുത്തിട്ട് നമ്മൾ എങ്ങോട്ട് ഘടിപ്പിക്കും? വിവിപാറ്റിലേക്ക് ഘടിപ്പിക്കും. വിവിപാറ്റിന്റെ ഏറ്റവും അടിയിലുള്ളത് ബാറ്ററി ആണെങ്കിൽ അവിടെ സീൽഡ് അല്ല, അതിന്റെ തൊട്ട് മുകളിലുള്ള കണക്റ്റിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് ഈ കളറ് കണ്ടോ, ഈ ചുവപ്പും കറുപ്പും ആണെങ്കിൽ ഇവിടെയും ചുവപ്പും കറുപ്പും ഉണ്ട്. തിരിച്ച് കുത്തിയാൽ കേബിൾ കേടാവും, നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കളറ് മാച്ച് ചെയ്ത രീതിയിൽ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്ന പോലെ വെച്ചാൽ മതി. ഇവിടെ കണക്റ്റിംഗ് ആയി. ഇനി ഈ വിവിപാറ്റ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, വിതരണ കേന്ദ്രത്തിൽ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കവർ പൊക്കി നോക്കി ഇതിന്റെ സീരിയൽ നമ്പർ ശരിയാണോ നോക്കുന്നതോടൊപ്പം തന്നെ ഇത് ട്രാൻസ്പോർട്ട് മോഡിലാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകാൻ. ട്രാൻസ്പോർട്ട് മോഡ് എന്ന് പറഞ്ഞാൽ കിടക്കുന്ന സമയം ആരും വർക്ക് ചെയ്യാറില്ല. അപ്പോൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ നിന്നുകൊണ്ട് വേണം വർക്ക് ചെയ്യാൻ. അപ്പോൾ ഇത് വർക്ക് മോഡ്, ഇത് ട്രാൻസ്പോർട്ട് മോഡ്. ഹൊറിസോണ്ടലി ഇരിക്കുന്ന സമയം ലോക്ക് മോഡ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മോഡാണെങ്കിൽ ഇത് വർക്ക് മോഡാണ്. നമ്മൾ കിട്ടുമ്പോൾ ഇത് ലോക്ക് മോഡ് ആക്കണം. എപ്പം കൺട്രോൾ യൂണിറ്റ് ഓൺ ആക്കുന്നോ അതിന് തൊട്ട് മുമ്പ് ഇത് ഓൺ ആക്കുകയും വേണം. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ബാലറ്റ് യൂണിറ്റ് എന്നുള്ള കേബിൾ എങ്ങോട്ടാണ് ഘടിപ്പിച്ചത്? വിവിപാറ്റിലേക്ക്. ഇനി വിവിപാറ്റിൽ ഒരു കേബിൾ ഉണ്ട്. ആ കേബിള് നീളത്തിലിട്ടാണ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിന് വെളിയിലൂടെ ആ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിന്റെ ആ ഒരു ദ്വാരം കൃത്യമായിട്ട്, ഈ കേബിൾ പോകുന്ന ദ്വാരം വരെ കൃത്യമായിട്ട് കാണണം. ആ കാണത്തക്ക രീതിയിൽ അത് എങ്ങോട്ട് കണക്ട് ചെയ്യും? ഇതിനെന്തെങ്കിലും കേബിൾ ഉണ്ടോ? തേർഡ് പോളിംഗ് ഓഫീസറുടെ കയ്യിലിരിക്കുന്ന ഇതിൽ കേബിൾ ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ ഇവിടെയും കളർ കോഡ് മാച്ച് ചെയ്യുന്ന ടോക്കൺ എടുത്തിട്ട് ആ ടോക്കണിൽ എന്തൊക്കെയുണ്ട്? സീരിയൽ നമ്പർ 1 മുതൽ ഒരു 10 വരെയൊക്കെ ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് വശത്ത് മുഴുവൻ ഒപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൽ 1ാമത്തെ ടോക്കൺ എടുത്ത് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആൾക്ക് കൊടുക്കും. സെക്യൂരിറ്റി ഓഫീസറോട് പറയും, ഇനി ഇതിന്റെ പുറകിലോട്ടോ ഇടയ്ക്കോട്ടോ ആരെയും കയറ്റരുത്, പറ്റുമെങ്കിൽ ഗേറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കവാടം അടച്ചേക്കുക. എന്നിട്ട് ഈ വോട്ടർമാരിന് 1ാമത് ടോക്കണുള്ള ആൾക്ക് വോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വോട്ടിംഗ് അവസാനിപ്പിക്കാം. 1ാമത്തെ ടോക്കൺ ഉള്ള ആള് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വോട്ടിംഗ് അവസാനിപ്പിക്കാം. വോട്ടിംഗ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇത് പല സാഹചര്യങ്ങളിൽ നമ്മൾ 17A രജിസ്റ്റർ പൂരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. ഒരു ടെസ്റ്റ് വോട്ടർ വന്നു കഴിഞ്ഞപ്പം ടെസ്റ്റ് വോട്ടറിന് മാത്രമേ ഉള്ളൂ സീരിയൽ നമ്പർ 2 പ്രാവശ്യം ഇരട്ടിക്കുന്നുള്ളൂ. അല്ലാത്ത ഒരു സാഹചര്യത്തിലും ഈ സീരിയൽ നമ്പർ ഒരു പ്രാവശ്യമേ ഈ ബുക്കിൽ കാണാവൂ, 17Aയിൽ കാണാവൂ. മാത്രവുമല്ല അത് രഹസ്യ വോട്ടല്ല, പരസ്യ വോട്ടും. അതുകൊണ്ട് ആ പരസ്യമായിട്ട് ചെയ്ത വോട്ടർ ഏത് സ്ഥാനാർത്ഥിയാണ് കിട്ടിയെന്നുള്ളതും എഴുതണം. നമ്മൾ വോട്ടറെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ടൊന്ന് ഒപ്പിടാൻ അനുവാദം കൊടുക്കണം. പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടണം. ഇനി എപ്പിക്കാണ് കൊണ്ടുവരുന്നെങ്കിൽ എപ്പിക്കുന്ന മാത്രമേ എഴുതിയാൽ മതി. ആ സമയത്ത് ഒരു വോട്ടർ മറ്റ് ഐഡിയ കൊണ്ടുവരുന്നെങ്കിൽ, ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുവരുന്നെങ്കിൽ DL ഇട്ടിട്ട് അതിന്റെ അവസാന നാരക്കം എഴുതണം. അതുപോലെ ഒരു EDC വോട്ടർ ആണെങ്കിൽ ആ വോട്ടറെ കൊണ്ട് ആ വോട്ടറുടെ പാർട്ടി നമ്പരും ക്രമ നമ്പരും കൃത്യമായിട്ട് എഴുതണം. എല്ലാത്തിൻ്റെയും ആ പ്രത്യേക സാഹചര്യങ്ങളുള്ളതിനൊക്കെ റിമാർക്ക് കൊടുക്കാതെ എഴുതിയിരിക്കണം. ഇനി ഒരാളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നില്ല, നമ്മളാളെ കൊണ്ട് വോട്ട് ചെയ്യാതിരിക്കുന്നൊന്നുമില്ല കേട്ടോ. വോട്ട് ചെയ്യിക്കാതിരിക്കാനുള്ള അധികാരവും പ്രിസൈഡിംഗ് ഓഫീസർ കൊണ്ടുവന്നറിയണം. ഒരാൾ വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരെയും വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യിക്കാതിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യം അതുകൂടെ ചെയ്യാം. പിന്നെ ഒരാൾ വോട്ട് ചെയ്യാനുള്ള അവകാശം പോലെ തന്നെ വോട്ട് ചെയ്യാതിരിക്കാനുള്ള അവകാശമുണ്ട്. ഒരാൾ വോട്ട് ചെയ്യാൻ വന്നിട്ട് കയ്യ മഷിയൊക്കെ പൊട്ടിയതിനു ശേഷം ഞാൻ വോട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർ ഓടിച്ചിട്ട് പിടിച്ച് വോട്ട് ചെയ്യില്ല,
കാര്യമൊന്നുമില്ല, അയാൾക്ക് വോട്ട് ചെയ്യാം. ആ കാര്യം ഒന്ന് ഒപ്പിട്ട് തരാൻ പറയണം എഴുതിയിട്ട്. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് ഒപ്പിട്ട് തരാൻ പറഞ്ഞാൽ ഇയാൾ കേട്ടിട്ടുണ്ട് മറ്റേ ടെസ്റ്റ് വോട്ടിൻ്റെ ഇത് വല്ലോ കുഴപ്പമുണ്ടാകുന്നതാണ്, ഞാൻ ഒപ്പിടാനൊന്നും സമ്മതിക്കത്തില്ല, അയാൾ ഒപ്പിട്ടില്ലാലും കുഴപ്പമില്ല, പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ടാൽ മതി. വോട്ടിംഗ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ക്ലോസ് ബട്ടൺ അമർത്തിയാണ്. ഇവിടെ ഇത് ഈ ലെഡ് വെച്ച് അടച്ചു വെച്ചിരിക്കുക. എല്ലാ വോട്ടറും വോട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ലോസ് ബട്ടൺ അമർത്തി. ഇപ്പോൾ 5:15 ഒരു 5:20 ആയിട്ടുണ്ട്, അല്ല 6:15 6:20 ആയിട്ടുണ്ട്. ക്ലോസ് ബട്ടൺ അമർത്തി അവസാനിപ്പിക്കും. അവസാനിപ്പിച്ചാൽ ഉടൻ തന്നെ ഒരു തയ്യാറാക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഉപകരണങ്ങളെല്ലാം ഡിസ്കണക്ട് ചെയ്ത് അതാതിൻ്റെ പെട്ടിയിലാക്കണം. പെട്ടിയിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് VVPAT-ന്റെ പുറകുവശത്തെ നോബ് ഹൊറിസോണ്ടൽ മോഡിലേക്ക് മാറ്റണം. VVPAT-ന്റെ ബാറ്ററി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞതിന് നമ്മളുടെ ഒരു സുഹൃത്ത്, ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ബാറ്ററി എടുക്കണമെന്ന് പറഞ്ഞത് തെറ്റായിട്ട് ചിന്തിച്ച് ഇതിൻ്റെ ബാറ്ററി എടുത്തുകൊണ്ട് വന്ന സാഹചര്യമായി. ഞാനിത് എടുത്തു പറയുന്നത് ഒരു കാരണവശാലും ഇതിൻ്റെ ബാറ്ററി ഇവിടെ നമ്മൾ തൊടുകയില്ല. ചിലപ്പോഴെങ്കിലും ഇത് മാറ്റേണ്ട സാഹചര്യം വന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ അത് റിട്ടേണിംഗ് ഓഫീസറുടെ സ്റ്റാഫ് ഒന്ന് മാറ്റിക്കോളും. നമ്മൾ റിപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി, റിപ്പോർട്ട് നമ്പർ 3 കൊടുത്താൽ മതി, അല്ല റിപ്പോർട്ട് നമ്പർ 2 കൊടുത്താൽ മതി കേട്ടോ. അല്ലാത്ത സാഹചര്യത്തിലൊന്നും നമ്മൾ ഇതിനകത്ത് തൊടാനേ പോകണ്ട. നമ്മളുടെ ഭാഗമേ അല്ലാത്തതുകൊണ്ട് ആ വിവരം അറിയിച്ചാൽ മാത്രം മതിയാവും. എന്നാൽ പെട്ടിയിലാക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു തരുന്നതുകൊണ്ട് പറയുകയാണ്, ഈ ബാറ്ററി, ഈ പുറകിലത്തെ ബാറ്ററി അവിടെ ഒന്നും സീലിംഗ് ചെയ്തിട്ടില്ല, അതിനെ എടുത്ത് മാറ്റി ഒരു കവറിനകത്താക്കി ഇത് അതാതിന്റെ പെട്ടിയിലാക്കിയിട്ട് ആ പെട്ടിയുടെ കവർ മുഴുവൻ തലേദിവസം രാവിലെ കൊടുത്തിട്ടാണ് വന്നത്. അപ്പം നമ്മളിത് സീല് ചെയ്യണം. വാക്സ് ഉപയോഗിച്ച് സീല് ചെയ്ത് ഇതിനു വേണ്ടി തയ്യാറാക്കിയ അഡ്രസ് ആയ തന്നിരിക്കുന്ന അഡ്രസ് ആയാലും മതി, സീല് ചെയ്ത് വേണം നമ്മൾ തിരികെ കൊണ്ടുവരാൻ. ഇങ്ങനെ സീല് ചെയ്തതിന് ശേഷം നമുക്കൊരു ഡിക്ലറേഷൻ കൂടെ ചെയ്യാനുണ്ട്. ഡിക്ലറേഷൻ നമ്പർ 4, 4ാമത്തെ പാർട്ടൂടെ നമ്മൾ തയ്യാറാക്കണം. മാത്രവുമല്ല നമ്മൾ രാവിലെ മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 17A ക്ലോസ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഒരു കണക്കുകൾ ഉണ്ടാക്കാനുണ്ട്. ഈ കണക്കുകൾ മേടിക്കാനായിട്ട് കുറേ ആൾക്കാർ അവിടെ വന്നിരിപ്പുണ്ട്, ഏജന്റുമാർ. അത് കിട്ടി അവർ അന്നേരം ഓടും. എല്ലാ കാര്യങ്ങളും എഴുതി അവരുടെ ഒപ്പൊക്കെ മേടിച്ചിട്ട് ഇത് കൊടുക്കാവൂ. ശ്രദ്ധിച്ചോളൂ. ഇല്ല 17C തയ്യാറാക്കുന്നതിന് വേണ്ടി 17A ക്ലോസ് ചെയ്യണം. 17A എങ്ങനെ ക്ലോസ് ചെയ്യുന്നത്? അത് അവസാന നമ്പർ 621 താഴെ ഇങ്ങനെ ലൈൻ വരച്ചിട്ട് സീരിയൽ നമ്പർ ഫ്ലാഷ് എൻട്രി 621 നല്ല എഴുതേണ്ടത് 621 എന്നുള്ളത് അക്ഷരത്തിൽ എഴുതുക. രാവിലെ മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ട്, അയാൾക്ക് ഒപ്പിടാനായിട്ട് അവസരം കൊടുക്കാം. സെക്കൻഡ് പോളിംഗ് ഓഫീസർ, ബാക്കി എല്ലായിടത്തും പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുന്നത്. എന്നിട്ട് 17C എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ടാക്കണം. നമ്മൾ തലേദിവസം തന്നെ ഇതൊക്കെ എഴുതി വെച്ചിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ സീരിയൽ നമ്പറാണ്, കൺട്രോൾ യൂണിറ്റിന്റെ, ബാലറ്റ് യൂണിറ്റിന്റെ, BVPAT-ന്റെ ഒക്കെ. അതുപോലെ തന്നെ പോളിംഗ് ബൂത്തിന്റെ നമ്പരൊക്കെ പേരുമൊക്കെ എഴുതി വെക്കും. പിന്നെ ഒരു 7 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ടേഴ്സ് അസൈൻഡ് ടു പോളിംഗ് സ്റ്റേഷൻ 1128 പ്ലസ് 6 EDC എന്നാണ് കാണിച്ചിരിക്കുന്നത്. 1228 എവിടെ നിന്ന് കിട്ടും? മാർക്കഡ് കോപ്പിയിൽ നിന്ന് കിട്ടും. മാർക്കഡ് കോപ്പിയിൽ അബ്സ്ട്രാക്ട് കോളത്തിലുണ്ട് എത്ര പേരാണ് വോട്ട് ചെയ്യുക. EDC 6 EDC സർട്ടിഫിക്കറ്റുമായിട്ട് വന്നവരുടെ പേര് വിവരങ്ങൾ നമ്മൾ മാർക്കഡ് കോപ്പിയുടെ അടിയിലോട്ട് എഴുതി ചേർക്കുന്നില്ലേ? അത് നമ്മൾ രാവിലെ ഏജന്റുമാരോട് പറഞ്ഞു അങ്ങനെയുള്ളവരെ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് കൂട്ടിയുള്ള 1734 പേരാണ് ഇവിടെ വോട്ട് ചെയ്യാൻ വന്നത്. അതിൽ 17A രജിസ്റ്റർ രേഖപ്പെടുത്തി വോട്ട് ചെയ്ത് എത്ര പേരാ? 17A രജിസ്റ്ററിൽ എഴുതി വോട്ട് ചെയ്ത് എത്ര പേരാ? 620. ഒന്ന് തിരുത്തി വായിക്കണം. 621 പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. പക്ഷേ 3 പേര് വോട്ട് ചെയ്യാൻ വിസമ്മതിച്ചു, അവരുടെ വോട്ടില്ല. ഒരാളെ വോട്ട് ചെയ്യുന്നെന്ന് വിലക്കി, അതും ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള കണക്ക് 617 പേര് മെഷീനിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അമർത്തിയപ്പം 617 ടാലിയായി. എന്നാൽ ഈ 617 ഓരോ വോട്ട് അനധികൃതമായി വന്ന വോട്ടാണ്. ഈ പ്രക്രിയ ചോദ്യം ചെയ്തുകൊണ്ട് അയാൾ അനധികൃതമായ ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്. അത് 1 നമ്പർ വരുന്നതാണ്, ഓരോ വോട്ടാണ്. അത് ഈ സ്ഥാനാർത്ഥിക്ക് ഇത്ര 7 നമ്പർ സീരിയൽ നമ്പറുള്ള ഈ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. അപ്പൊ ഈ 617 616 ഉള്ളൂ ശരിയായ കണക്ക് എന്നുള്ളത് മനസ്സിലാക്കി
ആ ഓരോ വോട്ട് എവിടെ കുറച്ചോളും? കൗണ്ടിങ് വേണേൽ അവിടെ ഈ സ്ഥാനാർത്ഥിയുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ചോളും. ഇതിങ്ങനെ ശരിയാണ് എന്ന് ടാലി തന്നെ പറയണം. ഇതെങ്ങനെയാ ടാലി ആക്കുന്നത് അന്ന് വൈകുന്നേരം വിളിച്ചു ചോദിച്ചേക്കരുത്. കാരണം ഈ കണക്ക് തെറ്റായി പോകുമ്പോഴാണ് ഈ വിളിച്ചു ചോദ്യം ഉണ്ടാകുന്നത്. ടാലി ആകുന്നില്ല, എങ്ങനെ ടാലി ആക്കണം? ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇങ്ങനെ ടാലി ആക്കണം, അങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ട് വന്നിരിക്കുന്ന ഏജന്റുമാരെ കൊണ്ടൊക്കെ ഒപ്പിടിക്കണം. എത്ര കോപ്പി എഴുതണോ അത്രയും കോപ്പികൾ എഴുതിട്ട് അത്രയും കോപ്പികൾ ഒപ്പിടിക്കണം. ഇതിൻ്റെ ഒരു കോപ്പി ആയിട്ടായിരിക്കും അവര് കൗണ്ടിങ്ങിന്റെ വേളയിൽ വരുന്നത്. നമ്മൾ ഈ കൊടുക്കുന്ന നമ്പറുകളും ഇതെല്ലാം കൃത്യമായിരിക്കണം. ഇവര് ഏജന്റുമാരായിട്ട് വന്നിരിക്കുന്നവർ ഇത് സ്ഥാനാർത്ഥികളുടെ അടുക്ക അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അടുക്ക കൊടുത്തിട്ട് ഓടാൻ വേണ്ടിയാണ് നോക്കിയിരിക്കുക. അന്ന് ഇലക്ഷന്റെ ദിവസമാണ്, ഒത്തിരി ന്യൂസുകളൊക്കെ ഉള്ള ദിവസമാണ്. ഇത് കൊടുത്ത ഉടനെ അവർ ഓടും, അവർ പോകും. അപ്പൊ അതിനു മുമ്പേ ഒപ്പെല്ലാം ഇടിയിക്കുക. എന്ത് തന്നെ ആയാലും ഇതിന്റെ ഒരു 2 കോപ്പി നമുക്ക് അവിടെ കൊടുക്കാറുണ്ട്, അതേലും ഒപ്പിടിച്ച് മേടിച്ചിരിക്കണം. എന്നിട്ട് ഒരു 6 പാക്കറ്റ് നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. 3 വെള്ള പാക്കറ്റ്, ഒരു യെല്ലോ പാക്കറ്റ്, ഒരു പിങ്ക് പാക്കറ്റ്, ഒരു ബ്ലൂ പാക്കറ്റ്. ആദ്യത്തെ 3 എണ്ണത്തിന് ആദ്യത്തെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ്ങിന് വേണ്ടി തയ്യാറാക്കുന്ന പാക്കറ്റാണ്. അതില് വൈറ്റ് പാക്കറ്റാണ്. രണ്ടാമത്തേത് സ്ക്രൂട്ടിനി പാക്കറ്റാണ്. നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഒരിക്കൽ കൂടി പറയുന്നു, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഒബ്സർവർ ഇവിടെ ഉണ്ട്. മൊബൈൽ ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് സമയത്ത്. പിന്നെ ഇൻഫേം മോട്ടേഴ്സിനെ സംബന്ധിച്ച് ഇവിടെ ഒത്തിരി കമ്പാനി മോട്ടർമാർ വന്നിട്ടുണ്ട്. ആ വിവരമൊക്കെ പരിശോധിക്കുന്നയാൾ ഒബ്സർവർ നോക്കും. ഒബ്സർവ് ചെയ്യുന്നയാൾ മനസ്സിലാക്കി പോകും. ഇവിടെ കമ്പാനിയെ വെച്ചാണ് വോട്ട് ചെയ്തത്. എത്ര പേര്? പരമായ പാക്കറ്റ് 5 പാക്കറ്റുകളാണ്, സീൽ കവറുകളാണ്. നമ്മൾ തലേ ദിവസം തന്നെ 6 പാക്കറ്റുകളിലും